അമ്പലപ്പുഴയില് 1.5 വയസ്സുള്ള കുഞ്ഞ് ട്രെയിൻ തട്ടി മരണപ്പെടുന്നു. നമ്മളെല്ലാരും അറിഞ്ഞ ന്യൂസാ, നമ്മളെല്ലാരും വേദനയിലാക്കിയൊരു ന്യൂസാ അത്. കാരണം ഞാൻ രാവിലെ മുതൽ ആ ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അതിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ആ വീട് ഓൾമോസ്റ്റ് താഴ്വശം. ആ വീട്ടിൽ നിന്ന് 1.5 വയസ്സാന്ന് ആലോചിച്ചോണം കുഞ്ഞിന്റെ പ്രായം. ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞ് വന്ന് പിന്നെ ഒരു കുത്തനെയുള്ള കയറ്റം കിടക്കുക. ആ കയറ്റം ആ 1.5 വയസ്സുള്ള കുഞ്ഞ് കയറി. പിന്നെ ആ ട്രെയിനിൽ പാളം എന്ന് പറയുന്നത് അവിടെ എല്ലാം മിറ്റില്ല. അപ്പൊ കുഞ്ഞു കാല ചിലപ്പോ അത് ചെരുപ്പ് പോലും ഇടാതായിരിക്കും. അത് അങ്ങനെ പോയിട്ടാണ് ഈ നടന്നോ എഴഞ്ഞോ പോയിന്ന് പറഞ്ഞാൽ അത് മുമ്പോട്ടൊരു പോസ്റ്റിലാണ് വരെ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ടാണ് ട്രെയിൻ തട്ടുന്നത്. അപ്പൊ ഇത്ര പുള്ളിക്കാരൻ ആ ഇനത്തിൽ സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരൻ അപ്പൂപ്പനാണോ ആരോ അറിഞ്ഞൂടാ. പുള്ളിയെ ഏൽപ്പിച്ചിട്ടാണ് കുളിക്കാൻ പോയ അമ്മൂമ്മ. പുള്ളി പറയുന്നു 2 സെക്കൻഡ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് എല്ലാം നടന്നു. എത്ര നിസ്സാരമായിട്ട് പറയുന്നു, എത്ര നിസ്സാരമായിട്ട്. എങ്ങനെ ആ കുഞ്ഞ് അത്രയും കയറ്റം കയറി തട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ ഒന്ന് വല്ലാത്ത സങ്കടം. അതിന്റെ മുഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ അച്ഛൻ്റെ കാര്യം അതിനകത്ത് പറയുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ കുറെ ആളുകൾ അതായിരിക്കും ചിന്തിക്കുന്നത്, എങ്ങനെ അവിടം വരെ ആ കുഞ്ഞ് കയറി. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഈ 1.5 വയസ്സെന്നുള്ള പ്രായം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട പ്രായമാണ്. കാരണം ഇവൻ ഇപ്പം എന്റെ കുഞ്ഞിന്റെ കാര്യം വെച്ചാണെന്ന് പോലും നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഈ സാഹചര്യം ബേസ് ഇപ്പം ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെന്ന് നോക്കുമെന്ന് അറിഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇത് ഇത്രയുള്ള കയറ്റം ആ കുഞ്ഞ് തന്നെ പോയി, അതും ആ പോസ്റ്റിനാണ് പോയി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് സങ്കടവും തോന്നി.